എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് വെച്ചത് എന്ന്, നോമ്പ് നോൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഫീഹി ഉലിത്തു, അന്ന് എന്നെ പ്രസവിക്കപ്പെട്ടു എന്നാണ്. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം എന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. സൂര്യൻ ഉദിച്ചുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്നത് വെള്ളിയാഴ്ചയാണ്. എന്താ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം, അന്ന് ആദമിനെ സൃഷ്ടിക്കപ്പെട്ടു, അതാണ് കാരണം. വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ, എല്ലാം നടന്നത് തിങ്കളാഴ്ചയാണ്. അതിന്റെ വെള്ളിയാഴ്ചയാണ് സ്വർഗത്തിലാക്കിയതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും ഭൂമിയിൽ എത്തിച്ചതും ഒക്കെ വെള്ളിയാഴ്ചയാണ്. വഫീഹി നഫ്ഖ, ആ ദിവസത്തിലാണ് ഊത്ത് സംഭവിക്കുക. ലോകാവസാനം വെള്ളിയാഴ്ചയായിരിക്കും. അന്നാണ് അള്ളാഹു തആല ആ വെള്ളിയാഴ്ച ആദം നബിയെ സൃഷ്ടിച്ചത്. ഒരു പ്രത്യേകതയാണത്. പിന്നെ അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടു. വെള്ളിയാഴ്ചയോടുള്ള നന്ദി കാരണം വ്യാഴാഴ്ച നോമ്പ് വിൽക്കും, തിങ്കളാഴ്ച നോമ്പ് വിൽക്കും. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത അത് ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ്. അപ്പോൾ അതിന്റെ തലേ നോമ്പ് വിൽക്കും. പരിശുദ്ധ ഖുർആൻ ശരീഫ് ഇസ്രാ മിഅ്റാജിനെ വ്യക്തമായും വ്യംഗ്യമായും അനവധി സ്ഥലങ്ങളിൽ പരാമർശിച്ചതായി കണ്ടെത്താൻ കഴിയും. ഒരധ്യായത്തിന്റെ നാമം തന്നെ അൽ ഇസ്രാ എന്ന്. ഇസ്രാ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ആണ് അങ്ങനെ ഒരു വാക്ക്, അങ്ങനെ ഒരു നാമം പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ ഇസ്രാ എന്ന പേരിൽ സംഭവിച്ചിട്ടുള്ളത്. മിഅ്റാജ് സംഭവിക്കാത്ത നബിയില്ല. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം എല്ലാവർക്കും മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുണ്യ റസൂലിന്റെ മിഅ്റാജ് പോലെ അല്ലായിരുന്നു എന്നതാണ് സത്യം. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്തുസ് സമാവാത്ത്, ആകാശത്തിന്റെ മലക്കൂത്തി ലോകങ്ങൾ ഇബ്രാഹിമിന് നാം കാണിച്ചു കൊടുത്തിരുന്നു എന്ന് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വകദാലിക നുരി, ഒരിക്കൽ കണ്ടു എന്നല്ല, വകദാലിക നുരി ഇബ്രാഹിം. ഇത്തരം മിഅ്റാജുകൾ അംബിയാ അല്ലാത്തവർക്കും സംഭവിക്കാവുന്നതാണ്. അംബിയാഇന് മുഅ്ജിസത്തായി സംഭവിച്ച കാര്യം ഔലിയാഇന് കറാമത്തായി സംഭവിക്കാം. ഏഴാകാശം വാനം ഒക്കെ തുറന്നോവർ, ഏഴും മലക്കൂത്തിൽ രാജാളി എന്നോവർ എന്ന വരി ബഹുമാനപ്പെട്ട മുഹൈദ്ദീൻ മാലയിലുണ്ട്. അതും ഒരു തരം മിഅ്റാജ് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഹബീബ റസൂലുള്ളാഹിന്റെ മിഅ്റാജ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വകദാലിക നുരി ഇബ്രാഹിം, ഇബ്രാഹിം നാം കാണിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ പോയി എന്നതിന് യാതൊരു തെളിവുമില്ല. അതേ സമയത്ത് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അബ്ദ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് തന്നെ ബിജസദിഹി വറൂഹിഹി മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ ആ മിഅ്റാജാണ് അവിടെ പരാമർശം എന്ന് ഏകദേശ മുഫസ്സിറുകൾ എല്ലാം രേഖപ്പെടുത്തിയ കാര്യമാണ്. അത് മിൻ ഖസാഇസിൻ നബിയിൽ മുസ്തഫ, ഹബീബായ റസൂലുള്ളാഹിയുടെ അൽ ഖുസൂസിയത്തുൽ ഉളമ, ഏറ്റവും മഹത്തായ പ്രത്യേകതയാണ് മിഅ്റാജ്. അങ്ങനെ ഒരു നബി ചരിത്രത്തിലില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാൾ പോലെയാണ് മിഅ്റാജ്. وقد خضع العرش المجيد لوطأة فإنك فوق الكائنات سماء എന്നൊരു വരി ദീവാനിലുണ്ട്. وقد خضع العرش المجيد لوطأة, അവിടുത്തെ ആ ചവിട്ടടിക്ക് വേണ്ടി അർശ് പോലും താഴ്ന്നു തന്നിട്ടുണ്ടല്ലോ. വഖദ് ഖലഅൽ അർശുൽ മജീദു ലിവത്അത്തിൻ, അവിടുത്തെ ആ കാൽപാദം എന്ന് വെക്കാൻ വേണ്ടി അർശ് പോലും താഴ്ന്നു നിന്ന് അവസരമുണ്ടാക്കി തന്നു. അർശ് അങ്ങയുടെ ചവിട്ടടിക്ക് വേണ്ടി വിനയത്തോടെ ഒതുങ്ങി. എന്നിട്ട് അടുത്ത അരവരി ഫഇന്നക ഫൗഖൽ കായിനാതി സമാഉ, എന്തുകൊണ്ടെന്നാൽ അങ്ങ്
ഫൗഖൽ കായിനാത്തി സമാഉ, എല്ലാ കായിനാത്തിന്റെയും മേലെയുള്ള ഒരു ആകാശമാണ്. അങ്ങേക്ക് മേലെ ഒരു സൃഷ്ടികളിൽ ഇനി ഒരു ആകാശവുമില്ല. അർശിന്റെ മേലെ ഒരു സംഗതിയാണ്, പക്ഷെ സൃഷ്ടികളിൽ അതും മേലെയാകാൻ പാടില്ല. അതിനെയും ഒരിക്കൽ താഴ്ത്തി. അങ്ങൊന്ന് ചവിട്ടാൻ വേണ്ടി അർശും ഒന്ന് താഴ്ന്നു. എന്തുകൊണ്ട്? അർശും മേലെയാകാൻ പാടില്ല. സൃഷ്ടിയാണല്ലോ അർശും, മേലെയാകാൻ പാടില്ല. അങ്ങേക്കാൾ അങ്ങ് എല്ലാ കായിനാത്തിന്റെ മേലെയുള്ള ആകാശമാണ്. അങ്ങയുടെ മേലെ ഇനി ഒന്നുമില്ല. ഒരുപാട് ഹിക്മത്തുകൾ അന്തർലീനമാണ് ഇസ്രാ മിഅ്റാജ്. സഖ്റത്തുൽ മിഅ്റാജ് എന്നത് ഇന്നും തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. ആ സഖ്റത്തുൽ മിഅ്റാജിൽ നിന്നാണ് അതിൻ്റെ മേലെ പിന്നീട് മർവാൻ ഒരു കുബ്ബ പണിതു. അൽ ഖുബ്ബത്തുൽ മർവാനിയ. ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ് ആ സംഭവം. അമ്പിയാക്കളെല്ലാം വഹ്യിന് വേണ്ടി കാത്തിരുന്ന ഒരു പാറയുണ്ട്. ആ പാറപ്പുറത്തേക്ക് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ആ പാറപ്പുറത്തേക്ക് വന്നപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാലല്ലാത്തതുമായ 2 തരം പാനീയങ്ങളുമായി മുസ്തഫ നബിയുടെ അരികിൽ വന്നു. അപ്പോൾ ലബൻ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിനെ തിരഞ്ഞെടുത്തു. ഇഖ്തർതൽ ഫിത്ര, ഏറ്റവും സമുന്നതമായതും ഏറ്റവും മഹത്വമായതും ആയ കാര്യം അങ്ങ് തിരഞ്ഞെടുത്തു എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ റസൂലിനോട് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി. ആ പാറപ്പുറത്തേക്ക് മുസ്തഫ നബി കയറി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഫയുഉജ ബി ഇലസ്സമാ, പിന്നെ അവിടുന്ന് ആകാശത്തേക്ക് ഉയർന്നു. ഈ പാറ ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു പാറയാണ്. ആ പാറയിലേക്ക് ഇറങ്ങി വരും സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം. എന്നിട്ടാണ് കാഹളത്തിൽ ഊതുക എന്നതാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ഫസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ് എന്നൊരു ആയത്തുണ്ട് സൂറത്ത് ഖാഫിൽ. ഫസ്തമിഅ യൗമ യുനാദിൽ മുനാദി, വിളിക്കുന്ന ആൾ വിളിക്കുന്ന ആ ദിവസത്തെ ശ്രദ്ധിച്ചുകൊള്ളുക. ഫസ്തമിഅ യൗമ യുനാദിൽ മുനാദി മിൻ മകാനിൻ ഖരീബ്, തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത പ്രദേശമായി ഗണിക്കപ്പെടുന്നതാണ് പലസ്തീൻ. അത് ഷാമി മാർക്കറ്റുകളുടെ തലസ്ഥാനമാണ്. അവിടെയുള്ള മാർക്കറ്റിന് ഏകദേശം 5000-ലേറെ വർഷത്തിന്റെ ചരിത്രമുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള മാർക്കറ്റ് ജെറൂസലേം മാർക്കറ്റാണ്. അതിനേക്കാൾ ഒരു മാർക്കറ്റ് ചരിത്രത്തിൽ വേറെ കാണുന്നില്ല. ലോകത്തെ ആദ്യത്തെ പട്ടണം അരീഹയാണെന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള അഭിപ്രായം. അരീഹ എന്നത് ഈ ജെറൂസലേമിന്റെ പരിസരത്താണ്. ഈ പാറയുടെ മുകളിൽ, ഈ പാറപ്പുറത്ത് ഒരു കാൽപാദത്തിന്റെ അടയാളമുണ്ട്. മഹാന്മാർ ചവിട്ടുമ്പോൾ പാറക്ക് അടയാളം വരും. ചിലപ്പോൾ ഏത് വസ്തുവും അവരോടൊരു വിനയം കാണിക്കും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചവിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട മഖാമ ഇബ്രാഹിം എന്ന പാറക്കല്ല് ഫദാബ ദൗബത്തൻ, അതങ്ങനെ അലിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ കല്ല് അടുക്കി വെക്കാൻ വേണ്ടി ആ പാറപ്പുറത്തേക്ക് കയറി എന്നാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ പാറയിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കയറിയപ്പോൾ ആ പാറ അലിഞ്ഞുപോയി.
അതിന്റെ അടയാളം ഇന്നും ആ പാറപ്പുറത്തുണ്ട്. അത് കഅബാലയത്തിന്റെ മുറ്റത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ ഒരു സ്ഥലത്ത് അതിനെ സ്ഥാപിച്ചിട്ടുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലെടുത്ത് വെക്കുമ്പോൾ കല്ല് വുളൂഅ് കൊണ്ട് അലിയാമെങ്കിൽ അതിനേക്കാൾ അലിയേണ്ടത് ഹബീബിന്റെ കാലെടുത്ത് വെക്കുമ്പോഴാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? സയ്യിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ ആളുകൾക്കും നേതാവാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാറപ്പുറത്തേക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലെടുത്ത് വെച്ച് മിഅ്റാജിന് പോകാൻ വേണ്ടി പോയതും ആ പാറയിൽ നിന്നാണ്, വന്നതും ആ പാറയിലേക്കാണ്. അതിനെ സഖ്റത്തുൽ മിഅ്റാജ് എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മർവാൻ ബിൻ ഹകം പിന്നീട് അതിൻ്റെ മേലിൽ ഒരു ഖുബ്ബയുണ്ടാക്കി. അതാണ് അൽ ഖുബ്ബത്തുൽ മർവാനിയ. ഇന്ന് ആ ഖുബ്ബയെ ഖുബ്ബത്തു സഖ്റ എന്ന് പറയും. സഖ്റത്തിന്റെ മുകളിലുള്ള ഖുബ്ബ. ഏതാ സഖ്റത്ത്? ആ സഖ്റത്തിനെ സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ കൊണ്ടുവന്നതാണ്. ആ പാറയിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് ഉയർന്നുപോയി. പിന്നെ നമ്മുടെ ഡയമെൻഷന്റെ അപ്പുറത്തേക്ക് പോയി. അതവിടെ നമ്മുടെ ഡയമെൻഷൻ അല്ല. പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നത് അള്ളാഹുവിന്റെ ഹബീബ് മുഴുവനുമായി ഉമ്മത്തിനോട് പറഞ്ഞിട്ടില്ല. വഖദ് ഉഖിദ മിന്നി ശർത്തുൻ അല്ലാ അഫ്തഹ അഹദൻ മിനൽ ഖൽഖ് എന്ന് മിഅ്റാബ് വിശദീകരിച്ചപ്പോൾ ഒരിക്കൽ പുണ്യ റസൂൽ പറഞ്ഞു. വഖദ് ഉഖിദ ശർത്തുൻ, ഒരു ഷർത്ത് എന്നിൽ നിന്ന് വാങ്ങപ്പെട്ടു. അല്ലാ അഫ്തഹ അഹദൻ മിനൽ ഖൽഖ്, ഇത് പൂർണ്ണമായും എല്ലാവരോടും പറയാൻ പാടില്ല. സൃഷ്ടികളിൽ ആരോടും പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള രഹസ്യമാണ്. വഖദ് ഉഖിദ മിന്നി ശർത്തുൻ ബിഅൻ ലാ അഫ്തഹ അഹദൻ മിനൽ ഖൽഖ് എന്ന് ഔഹ ഇലാ അബ്ദിഹി മാ ഔഹ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നജ്മിലാണ് ആയത്തുള്ളത്. ഫഔഹ, ഫ ആണോ വാവാണോ? വഔഹ എങ്ങനെയാണ്? ഒന്ന് നോക്ക് മുസാഫിർ, വഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, അങ്ങനെ വാവല്ലേ? നോക്ക്. വഔഹ ഇലാ അബ്ദിഹി മാ ഔഹ. ഇതേ അബ്ദാണ് എവിടെ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അബ്ദ് എന്നാ പറഞ്ഞത്. ഇതേ വാക്കാണ് ആദ്യമായി നെറ്റിത്തടം കഅബാലയത്തിന്റെ മുന്നിൽ വെച്ചപ്പോൾ അവിടെയും പറഞ്ഞത്. റഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. ഇവിടെ അബ്ദ് കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് മുസ്തഫയാണ്. വഇൻ കുന്തു ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, അവിടെയും അബ്ദ് കൊണ്ട് ഉദ്ദേശം മുസ്തഫ നബിയാണ്. അൽഹംദുലില്ലാഹ് വാവല്ലേ? فأوحى إلى عبده ما أوحى. ഈ ആയത്തുകളൊന്നും പൂർണ്ണമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഇത് രഹസ്യമായ ആയത്തുകളാണ്, മനസ്സിലാക്കാൻ കഴിയില്ല. എത്ര പറഞ്ഞാൽ തീരൂല്ല. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. ഈ പറയുന്ന ثم دنا فتدلى فكان قاب قوسين أو أدنى ഈ ആയത്തൊന്നും നമുക്ക് വ്യാഖ്യാനിച്ച് എത്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതിൻ്റെ എന്താണ് പറഞ്ഞതെന്ന് അള്ളാഹുവിനും റസൂലിനുമേ അറിയൂ. ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ 4 ആൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നും ഉണ്ട്. ഒന്ന് സയ്യിദുനാ സിദ്ദീഖ്,
ഒന്ന് സയ്യിദ്ന ഫറൂഖ്, ഒന്ന് സയ്യിദ്ന ഉസ്മാൻ, ഒന്ന് സയ്യിദ്ന അലി അൽ മുർത്തദ റളിയല്ലാഹു അൻഹും. അവർക്ക് ഞാൻ തുറന്നു കൊടുത്തു. അവരെന്നെ മറ്റൊരാൾ പറയാൻ പാടില്ല. വേറെ ചില കാര്യങ്ങളോ ആരോടും പറയാൻ പാടില്ല. അത് സിറാണ്. അബ്ദിന്റെയും മഅബൂദിന്റെയും ഇടയിലുള്ള സിറാണ് മിഅ്റാജിൽ നടന്ന കാര്യങ്ങളെല്ലാം. അത് വിശ്വസിക്കൽ മോമിനിയങ്ങൾക്ക് നിർബന്ധമാണ്. എന്താണ് കാര്യം അതറിയൂല. എന്തുകൊണ്ട്? നമ്മുടെ ചിന്തക്കും അപ്പുറത്താണ് ആ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡൈമെൻഷന് മറ്റൊരു ഡൈമെൻഷനിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ മുറ്റത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരൽക്കല്ലിൽ കിടക്കുക. അവിടെ വിരിപ്പ് വിരിച്ച് കിടക്കുക മുസ്തഫ റസൂലുള്ളാഹി. അതിനിടയിലാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുപോയത്. ഒരാൾ കിടന്നിടത്തൊരു ചൂടുണ്ടാവും. ആ ചൂട് തണുപ്പാകുന്നതിന് മുമ്പ് മുസ്തഫ നബി തിരിച്ചു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോകത്തെ അത്ഭുതമാണ്. ഇതിനപ്പുറം ഒരു അത്ഭുതം മാനവരാശി കണ്ടിട്ടില്ല. അങ്ങനത്തെ അത്ഭുതം മിഅ്റാജ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ തന്നെ പലരും എക്കാലത്തെ മിഅ്റാജിനെ നിഷേധിച്ചത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല ആളുകളും പിൽക്കാലത്ത് മിഅ്റാജിനെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അവരുടെ മനസ്സത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതായത് അള്ളാന്റെ ഹബീബ് പോയിട്ട് പെട്ടെന്ന് മടങ്ങി വന്നു. പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാ കണ്ടതെന്ന് കയ്യും കണക്കുകയില്ല. നോമ്പ് മുഅ്മിനീങ്ങൾ ഒരു രീതിയാണ്. ഏത് കാര്യത്തിനും നന്ദിക്ക് വേണ്ടി നോമ്പ് വിൽക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനിക്കപ്പെട്ട, അവിടുന്ന് ജനിച്ച ഭൂജാതനായ ദിവസമാണല്ലോ ബഹുമാനപ്പെട്ട തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച നോമ്പുണ്ട്. എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് വെച്ചത് എന്ന്, നോമ്പ് നോൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഫീഹി ഉലിത്തു, അന്ന് എന്നെ പ്രസവിക്കപ്പെട്ടു എന്നാണ്. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം എന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. സൂര്യൻ ഉദിച്ചുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്നത് വെള്ളിയാഴ്ചയാണ്. എന്താ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം, അന്ന് ആദമിനെ സൃഷ്ടിക്കപ്പെട്ടു. അതാണ് കാരണം. വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ. എല്ലാം നടന്നത് തിങ്കളാഴ്ചയാണ്. അതിന് വെള്ളിയാഴ്ചയാണ് സ്വർഗത്തിലാക്കിയതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും ഭൂമിയിൽ എത്തിച്ചതും ഒക്കെ വെള്ളിയാഴ്ചയാണ്. വഫീഹി നഫ്ഖ, ആ ദിവസത്തിലാണ് ഊത്ത് സംഭവിക്കുക. ലോകാവസാനം വെള്ളിയാഴ്ചയായിരിക്കും. അന്നാണ് അള്ളാഹു തആല വെള്ളിയാഴ്ച ആദം നബിയെ സൃഷ്ടിച്ചത്. ഒരു പ്രത്യേകതയാണത്. പിന്നെ അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടു. വെള്ളിയാഴ്ചയോടുള്ള നന്ദി കാരണം വ്യാഴാഴ്ച നോമ്പ് വിൽക്കും, തിങ്കളാഴ്ച നോമ്പ് വിൽക്കും. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത അത് ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ്. അപ്പം അതിൻ്റെ തലേ നോമ്പ് വിൽക്കും. ഒരു നന്ദി, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിനുള്ള നന്ദി. അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് തന്നതിന്റെ നന്ദി തിങ്കളാഴ്ച നോമ്പ് വിൽക്കും. ഏത് കാര്യവും അങ്ങനെയാണ്. ബറാഅത്ത് എന്നത് ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് മുഴുവനും സ്വർഗം കൊടുക്കാമെന്ന് മുസ്തഫ നബിക്ക് വാഗ്ദത്തം കൊടുത്ത് രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. അതിന് നന്ദി സൂചകമായി പിറ്റേ ദിവസം നോമ്പ് വിൽക്കും. ഇന്നലെ ഏത് കാലത്ത് മുഅ്മിനീങ്ങൾ അങ്ങനെ ചെയ്യും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഗതിയല്ല. അപ്പൊ അതേപോലെ തന്നെയാണ് മിഅ്റാജ്. ഇന്ന് നോമ്പ് വിൽക്കും. എന്റെ കാര്യം ഇതൊരു അത്ഭുതകരമായ സംഗതിയാണ്. നബിയുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ നബി എന്നൊരു നബി അള്ളാഹു നമുക്ക് നൽകി. ബുറാഖ് എന്ന വാഹനം ചരിത്രത്തിൽ ഏറ്റവും യാത്ര ചെയ്ത് മുസ്തഫ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ആളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് വസ്തുത. പക്ഷെ ആ വസ്തുതയെ അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. അതാണ് മിഅ്റാജ്. അള്ളാഹുവിന്റെ ഹബീബ് ആരെക്കാളും മേലെയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മേലെയാണ്.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഹബീബിന്റെ കൂടെ പോകാൻ കഴിയാതെ വിഷമിച്ചു. يعني تقدم يا حبيبي لا تخف بشر تناجي ربك القيوم صلوا عليه وسلموا تسليما. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദഅനി തഖദ്ദം, നബിയെ എന്നെ വിട്ട് നബി മുന്നോട്ട് പോയി. എനിക്കതിന് പരിധിയുണ്ട്, അങ്ങേക്ക് പരിധിയില്ല, അങ്ങേക്ക് മുന്നോട്ട് പോവാ. അപ്പൊ ഈ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു സന്തോഷമാണ് സത്യത്തിൽ മിഅ്റാജ്. അതിൻ്റെ നന്ദിയാണ് ഇന്ന് മുഅ്മിനീങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ്. അത് ഓരോ കാബിറൻ അൻ കാബിരിൻ, പഴയ കാലം മുതലേ മുഅ്മിനീങ്ങൾ അങ്ങനെ ചെയ്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അല്ലാഹു തആല നമുക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്താണ് ഇന്നത്തെ നോമ്പിൻ്റെ ആധാരം? അത് അള്ളാഹുവിൻ്റെ ഹബീബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്റാം ചെയ്തതിനെ ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തതാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ അല്ലാഹു തആല ഇക്റാം ചെയ്തു. അതിനേക്കാൾ വലിയൊരു ഉമ്മത്തിന് കിട്ടാനുള്ളത് എന്താ? അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇക്റാം ചെയ്യുന്ന ഉമ്മത്തിനുള്ള ഇക്റാമാണ്. എന്തുകൊണ്ട്? എല്ലാവരും ഉമ്മത്തി എന്ന് പറയുമ്പോൾ, എല്ലാവരും നഫ്സി എന്ന് പറയുമ്പോൾ, ഉമ്മത്തി എന്ന് പറയുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ഒരു മാത്രം കിട്ടിയാൽ അത് ഉമ്മത്തിന് മാത്രമാണ്. എന്നിട്ട് പറയുന്നില്ല ഇതൊരു പ്രസംഗത്തിന് വേദിയുമല്ല. കുറച്ച് അമല് ചെയ്ത് റാഹത്തായി, കുറച്ച് അമല് ചെയ്ത് റാഹത്തായി അമല് ചെയ്ത് നമുക്ക് ദീർഘമായി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം ഇങ്ങനത്തെ നന്മകളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കണം. അള്ളാഹുവിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ മനുഷ്യലോകത്തിന് ഇന്നും പൂർണ്ണമായി കണ്ടെടുക്കാൻ കഴിഞ്ഞ കാര്യങ്ങളുമല്ല. അത്രയും അത്ഭുതകരമായ, ഞാൻ പറഞ്ഞില്ലേ ഫൗഹ ആയത്ത് പറഞ്ഞില്ലേ, ഫൗഹ ഇലാ അബ്ദിഹി മാ ഔഹ. ഈ ആയത്തിൻ്റെ ഒരു വ്യാഖ്യാനം, ഈ വഹ്യ് ജിബ്രീലിനെ അറിയൂല എന്നാ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ഒരു വഹ്യ് കൊടുത്തിട്ടുണ്ട്. ഈ വഹ്യ് ജിബ്രീലിന് അറിയൂല അലൈഹിസ്സലാം. ജിബ്രീലിന്റെ മധ്യവർത്തിത്വമില്ലാതെ വഹ്യ് കൊടുക്കൂല. എന്നാൽ ഒരു സ്ഥലത്ത് വഹ്യ് കൊടുത്തിട്ടുണ്ട്. ആ വഹ്യ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അബ്ദിന് നേരിട്ട് കൊടുത്തതാണ്. ഇത് ജിബ്രീലിന് അറിയൂല അലൈഹിസ്സലാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭൂമിയിൽ ലഭിച്ചത് അതിൻ്റെ ഒരു 10 ഉണ്ടാവൂ എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. വളരെ, അതായത് ആ രാത്രി നേരിട്ട് കിട്ടിയ വഹ്യും ഭൂമിയിലേക്ക് കിട്ടിയ വഹ്യും നോക്കിയാൽ ആ വഹ്യാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു അത്ഭുതകരമായി പറഞ്ഞ ഫൗഹ ഇലാ അബ്ദിഹി മാ ഔഹ. കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ജിബ്രീലും അവിടെ ഇല്ല, സയ്യിദുനാ ജിബ്രീൽ ഇല്ല. എന്താണ്? ഒന്നുമില്ല, ഒരാൾക്കും. ഓരോ വ്യക്തിയും ആരൊക്കെ സ്വർഗത്തിലാണ് ആരൊക്കെ നരകത്തിലാണ് എന്നറിയുന്ന ആൾ മുഹമ്മദ് മുസ്തഫ. ആരൊക്കെ, ഒരു വ്യക്തി ഫർദ്, ഒരു വ്യക്തി, ഏത് വ്യക്തി സ്വർഗത്തിലാവും, ഏത് വ്യക്തി സ്വർഗത്തിലാവൂല, നരകത്തിലാവും, ആര്, എല്ലാം കൃത്യമായി മുസ്തഫ നബിക്ക് അറിയും. എല്ലാം അറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിനെല്ലാം എല്ലാത്തിൻ്റെയും പരമാവധി ഹബീബിലേക്ക് കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ ഒരു വരി പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഇൽമ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഇൽമ്. فَقَنَّبِينَ فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُوهُ فِي عِلْمٍ وَلَا كَرْمٍ. എല്ലാ അമ്പിയാക്കളും ഏതാണ് ഹബീബായ റസൂലുള്ളാഹ്. അവിടുത്തെ അടുത്ത് പോലും വരൂല ഒരു നബിയും, ഇൽമിൽ വരൂല. എന്നിട്ട് അടുത്ത വരി, വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഖർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനൽ യമി. റസൂലുള്ളാഹിന്റെ ഇൽമ്, മറ്റമ്പിയാക്കന്മാരുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഖർഫം മിനൽ ബഹർ.
റസൂലുള്ളയാകുന്ന ബഹറിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ കോരി അത്ര മാത്രമേ മറ്റുള്ളവരെ ഇൽമ്. റസൂലുള്ള ഇൽമിൽ ബഹറാണ്, മറ്റു നബിമാർ ഒരു കൈകൊണ്ട് കോരിയതാണ്. ഔ റശ്ഫം മിന ദിയമി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഇൽമിന്റെ ഒരു ആകാശമാണ്. അവിടുന്ന് മഴ പെയ്തപ്പോൾ ചുണ്ടുകൊണ്ട് ഈമ്പി കുടിച്ചവർ മാത്രമാണ് മറ്റു നബിമാർ. ഔ റശ്ഫൻ മിന ദിയമി, റഷ്ഫ് എന്ന് പറഞ്ഞാൽ അൽ മസ് ബിശ്ശഫത്തൈൻ, ചുണ്ടുകൊണ്ട് ഊമ്പി കുടിക്കുന്നതിനാണ് റഷ്ഫ് എന്ന് പറയുന്നത്. ദീമത്തിന്റെ ബഹുവചനമാണ് ദിയം. ദീമത്ത് എന്നാൽ ചാറ്റൽ മഴ. ഔ റശ്ഫൻ മിന ദിയമി, ഇൽമിന്റെ ആകാശമാണ് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് മഴ പെയ്തു, ആകാശത്തുനിന്ന് മഴ, ഇൽമിന്റെ ആകാശമാണ് മുഹമ്മദ് മുസ്തഫ. ആ ആകാശത്തിന് മഴ പെയ്തപ്പോൾ ചുണ്ടുകൊണ്ട് ഈമ്പി അത്ര മാത്രമേ അമ്പിയാക്കന്മാർ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത്രയും വലിയ ഇൽമ്. ഇനി നിങ്ങൾ ഈ ഫൗഹ ഇല അബ്ദിഹി മാ ഊഹ എന്ന് അർത്ഥം വെച്ച് നോക്ക്. ഫൗഹ ഇല അബ്ദിഹി മാ ഊഹ. അപ്പോ ആ ആയത്തിന്റെ ഉള്ളം മനസ്സിലാക്കാൻ കഴിയില്ല. എത്രയാണ് ഇൽമ്, അള്ളാഹിന്റെ റസൂലിനോട് കൊടുത്ത ഇൽമ് എത്രയെന്ന് പറയാൻ പറ്റൂല. എത്രയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലാഹി തങ്ങൾ പറഞ്ഞത് അവിടുത്തെ ആ കാലുകൊണ്ടൊന്ന് ചവിട്ടണമെന്ന് അർശിനും പൂത്തിണ്ടായിരുന്നു. അർശ് തല താഴ്ത്തി തന്നു ഒന്ന് അങ്ങക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട്. അർശിനുണ്ടല്ലോ ഒരു പൂതി, നബി എന്നെ ചവിട്ടണം. ന്യായം പറയാം. എന്താ ന്യായം? എല്ലാ സൃഷ്ടികളുടെയും മേലെ ഒരു ആകാശമുണ്ടെങ്കിൽ അത് മുഹമ്മദാണ്. അതിന്റെ മേലെ ഒന്നുമില്ല, അതിന്റെ മേലെ ഖാലിഖായ റബ്ബ് മാത്രമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ ഇക്റാം ചെയ്യലാണ് സത്യത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹുന്റെ ഹബീബിനെ ഇക്റാം ചെയ്യലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നല്ലേ 4 വേദഗ്രന്ഥവും ഇറക്കിയത്. തൗറാത്ത് ഇറക്കിയത് അള്ളാഹു അല്ലേ? എന്നിട്ട് മനുഷ്യന് കൈ കൊടുത്താൻ അതിൽ അള്ളാഹു അവസരം കൊടുത്തില്ലേ? അത് അള്ളാഹിന്റെ കലാമല്ലേ? സബൂർ ഇറക്കിയത് അള്ളാഹു അല്ലേ? അതിൽ കൈ കടത്താൻ അള്ളാഹു അവസരം കൊടുത്തില്ലേ? അത് അള്ളാഹിന്റെ കലാമല്ലേ? ഇഞ്ചീല് ഇറക്കിയത് അള്ളല്ലേ? അള്ളാഹിന്റെ കലാമല്ലേ? അതിൽ കൈ കടത്താൻ അള്ളാഹു അവസരം കൊടുത്തില്ലേ? അള്ളാഹു വിചാരിച്ചില്ലെങ്കിൽ അത് തൊടുവോ? എന്നാൽ 4ാമത്തെ വേദഗ്രന്ഥം തൊടാൻ അധികാരമല്ല. മിനിക്രാമി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഇക്റാമാണ്. ഒരാൾക്ക് തൊടാൻ പറ്റൂല. എന്തുകൊണ്ട്? അത് കിതാബ് മുഹമ്മദ്. അത് ആരുടെ കിതാബാണ്? അത് ആരുടെ കിതാബാണ്? തൊട്ടാൻ പറ്റൂല. ഒരാൾക്ക് തൊട്ടാൻ അധികാരമില്ല. അതെന്തേ? അത് ഇക്റാമ് മുഹമ്മദാണ്. ഇക്റാമ് മുഹമ്മദാണ്. മുസ്തഫ നബി ഇക്റാം ചെയ്തതാണ്. അള്ളാഹിന്റെ ഹബീബിനെ ഇക്റാം ചെയ്തതാണ്. അള്ളാഹിന്റെ ഹബീബിനെ ഇക്റാം ചെയ്തതാണ്. ചിന്തിക്ക്. എല്ലാ നബിമാർക്കും നിസ്കാരമുണ്ട്, ആ സമുദായങ്ങൾക്കൊന്നും നിസ്കാരമില്ല. ഈ ഉമ്മത്ത് ഇന്ന് നിസ്കാരം നിലനിർത്തുക. എന്തുകൊണ്ട്? റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണമേ എന്ന് ദുആ ചെയ്തു സയ്യിദുനാ ഇബ്രാഹിം. കേറിയിരിക്കണം കേട്ടോ, കേറിയിരിക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله
അല്ലാഹ് അല്ലാഹ് അല്ലാഹു. ദീനിനെ നമ്മൾ മൊത്തം അങ്ങോട്ട് ടോട്ടലൈസ് ചെയ്താൽ ഇക്രം മുഹമ്മദ് അടി ഒരാൾക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും 2 നോമ്പിൽ ഒന്നേ കഴിയില്ലെങ്കിൽ നോമ്പ് വിൽക്കണ്ട് തിങ്കളാഴ്ചയും. എന്തുകൊണ്ട്? അത് മുസ്തഫ നബിയുമായി ബന്ധപ്പെട്ടത്. ദീന് നബിയെ ബഹുമാനിക്കലാണ്. അതിൻ്റെ രഹസ്യം എന്താണ് അത് നമുക്കറിയില്ല. ദീനാണ്, അതാണ് ദീൻ, അതന്നെ ദീൻ. ചിന്തിക്ക്. റബ്ബി ജഅൽനി മുഖീമ സ്വലാ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമെന്ന് ദുആ ചെയ്തു. അത് സയ്യിദുന ഇബ്രാഹിം നബിക്ക് 2 പരമ്പരയിൽ മക്കളുണ്ട്. നിലനിൽക്കുന്ന സുവിദിതമായ ചരിത്രമുള്ള അനിഷേധ്യമായ 2 പരമ്പര. അനിഷേധ്യമാണ്. അതിൽ ലോകത്തൊരു ഹിസ്റ്റോറിയന് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു ഹിസ്റ്റോറിയന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത 2 പരമ്പരയിൽ ഇബ്രാഹിം നബിക്ക് മക്കളുണ്ട്. ഒന്ന് ഇസ്മായിൽ വഴിയും ഒന്ന് ഇസ്ഹാഖ് വഴിയും. 90% നബിമാർ ഇസ്ഹാഖ് വഴിയാണ്. 90% നബിമാർ, ലോകത്ത് വന്ന 90% നബിമാരും ഇസ്ഹാഖ് വഴിയാണ് അലൈഹിസ്സലാം. അവർക്കൊന്നും ആ പരമ്പരയിൽ നിസ്കാരം തന്നെയല്ല. അപ്പൊ ഇബ്രാഹിം നബി എന്നെ നിസ്കാരം നിലനിർത്തുന്ന ആളാക്കണമേ എന്ന് ദുആ ചെയ്തു. എന്നാൽ ആ ഇബ്രാഹിം നബിയുടെ ഒരു ഭാഗത്തെ കൊമ്പ് ഉണങ്ങിയത് പോയി. അവർ ഇബ്രാഹിം നബിയുടെ മക്കളല്ലേ? അതെ. പക്ഷെ അവർക്ക് എന്തില്ല? തൗഹീദില്ല, നിസ്കാരമില്ല, അല്ലാഹു അക്ബർ എന്ന വാക്കില്ല. അല്ലാഹു അക്ബർ എന്ന വാക്ക് ലോകത്ത് ആദ്യം ഉച്ചരിച്ചത് ഇബ്രാഹിം നബിയാണ്. ആ വഴിയിൽ ആ വാക്കനല്ല. കേറിയിരിക്കണം. മുന്നിൽ കുറച്ചാൽ മുന്നിൽ ബാക്കിലൊരു വഴി വേണ്ട, സ്ഥലം വേണ്ട, കേറിക്കളി. ചിന്തിക്ക്. رب اجعلني مقيم الصلاة. അവിടെ ഇല്ല. എന്തുകൊണ്ട്? അവിടെ മുഹമ്മദ് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരു പരമ്പരയെ അല്ലാഹു തആല ബഹുമാനിച്ചതിന് കയ്യും കണക്കുമില്ല. അതേത് പരമ്പര? ഇസ്മായിലി പരമ്പരയെ ഭയങ്കര ബഹുമാനം. ലോകം കണ്ട ഔലിയാക്കൾ വരെ അതിൽ വന്നു. എന്ന് വന്നു? റസൂലുള്ളാഹിക്ക് മുമ്പ് വന്നിട്ടുണ്ട് ആ പരമ്പരയിൽ ഔലിയാക്കൾ. പരമ്പരയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ആ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ട്. ചരിത്രം പഠിച്ച മനസ്സിലാവും അതിൽ ഔലിയാക്കളുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരോട് വന്ന് ചോദിച്ച് ഇവർ പറയുന്ന വാക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. എന്തുകൊണ്ട്? അവരല്ലാതെ ആരിഫ്യങ്ങൾ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ. എന്ത്? അത് ഇസ്മായിലിയാണ്. അത് അവിടെ ഹബീബ നബി വരുന്നുണ്ട്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര അത്ഭുതം. അവിടെയൊക്കെ ഇക്റാമ മുഹമ്മദാണ്. ഖുർആൻ അത് ഇക്റാമ മുഹമ്മദാണ്. റമളാൻ അത് ഇക്റാമ മുഹമ്മദാണ്. തിങ്കളാഴ്ച അത് ഇക്റാമ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഇക്റാമ മുഹമ്മദ്. ദീനിനെ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന ദീൻ എന്നാൽ അത് ഇക്റാമ മുഹമ്മദ്, മുസ്തഫ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുക. അത് രഹസ്യമാണ്. എന്താണ് അതിന്? അത് അല്ലാഹു അഅലം. അത് നമുക്കറിയില്ല. റഷ്യ പോലും റഷ്യനെ പറ്റി അങ്ങനെ എഴുതണമെങ്കിൽ അപ്പൊ ഈ ആളാരാ? قد خال على رسل مجيد لإطاعة فإنك فوق الكائنات سماء. എല്ലാ ആകാശങ്ങളുടെയും എല്ലാ സൃഷ്ടികളുടെയും മീതെയുള്ള ആകാശമാണ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ വയറെന്നാൽ ആമിന ബീവിന്റെ വയറാണ്. ഇതിന് മേലെ ഇനി ഒരു വയറില്ല. വയറിലാണ് മുഹമ്മദ് മുസ്തഫ. അതിന്റെ മേലെ ഇനി ഒരു വയറില്ല, ലോകത്തില്ല. ഇത് ഏറ്റവും വലിയ വയറാണ്.
ചിന്തിക്ക്. അല്ലാഹു തആല അവരുടെ ഹഖ്ഖുൽ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ. വളരെ ചിന്തിക്കണം. ഞാൻ പണ്ടേ ക്ലാസ്സിൽ പറയാറുണ്ട്, ആമീന ബീവിക്ക് എല്ലാ ദിവസവും ഫാത്തിഹ എല്ലാ ദിവസവും ഓടുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവുന്ന എൻ്റെ അഭിപ്രായം ഉണ്ടോ? കണ്ടിട്ടുണ്ട്. 1 2 3 4 5 6 7 പണ്ടേ ക്ലാസ് പറയുന്നുണ്ട് ആമീന ബീവിക്ക് ഫാത്തിഹ എല്ലാ ദിവസവും. കാരണം അതിനേക്കാളും നല്ലൊരു വയറില്ല. അതൊരു മുവഫഖായ വയറാണ്. അത് വല്ലാത്തൊരു തൗഫീഖാണ്. ആ വയറിന് കിട്ടിയതൊരു തൗഫീഖാണ്. അതിലാണ് മുഹമ്മദ് മുസ്തഫ എന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ കിടന്നത് എന്നതാണ് അതിന്റെ പ്രത്യേകത. റജബ് 1-ാം രാവ് ഇജാബത്ത് ദുആന്റെ രാത്രിയാണ്. എന്തേ? കാരണം പറയും. എന്താ കാരണം? റസൂലുള്ളാഹിയുടെ ഉമ്മയും ബാപ്പയും മുറിയുടെ വാതിലടച്ച് ആദ്യമായി ആ രാത്രിയാണ് ഒരു മുറിയിൽ കൂടിയത്. അതാണ് കാരണം. ഇനി ഖിയാമത്ത് നാൾ വരെ ആ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരാണും പെണ്ണും വാതിലടച്ച് മുറിയിൽ വാതിലടച്ചു. അതാണ് അതിന്റെ പ്രത്യേകത. ആ ലോകാവസാനം വരെ രാത്രിക്ക് ഇജാബത്തുണ്ട്. ലോകാവസാനം വരെ. മനസ്സിലായോ? ഇതാ മനസ്സിലാക്കേണ്ടത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാനത് വിശദീകരിക്കാത്തത് ബാപ്പി മക്കളൊക്കെ മജലിസായതുകൊണ്ട് അവിടെ അതൊന്നല്ല പറയാൻ കുറച്ചുണ്ട് അവിടെ. പക്ഷെ ലോകാവസാനം വരെ ആ രാത്രി കൃത്യത. എന്ത് കാരണം? ആ രാത്രി റസൂലുള്ളാഹിന്റെ അമ്മയും ബാപ്പയും വാതിലടച്ചു കുത്തിയിട്ടു എന്നാണ് എനിക്ക് കാരണം. ലോകാവസാനം എന്തേ? അള്ളാന്റെ റസൂലാണ് കാര്യം. അള്ളാന്റെ റസൂലാ കാര്യം. നമ്മൾ നോമ്പോറ്റ് എന്തിനാണ് നോമ്പോറ്റ്? ബഹുമാനിച്ചു ആരെ? റസൂലുള്ളാഹിനെ അല്ലേ? എത്രയല്ലേ? അതാണ് എല്ലാം. ഞാൻ വർത്താനല്ല. റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു ഉമ്മത്ത് മുഴുവൻ സ്വർഗത്തിലാവുകയാണ്. അത് അള്ളാഹു സമ്മതിച്ചത് ബഹളത്തിന്റെ രാത്രിയാണ്. അതോട് പിറ്റേന്ന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ന്യായം പറയാം? അയ്യായിരം മിൽബിയാണ്, എന്റെ അയ്യാ മസൂദാണ്, അതൊന്നും അല്ല. അതൊക്കെ ഒരു വർത്താനാണ്. അതിന്റെ മഹത്വതാണ്. റസൂലുള്ളാഹിനെ അള്ളാഹു ബഹുമാനിച്ചു. ഇനി നമ്മക്ക് പൊരുത്ത പണിയുള്ളൂ. ആ ഉമ്മത്തിൽ കയറുക. അള്ളാഹു ആ ഉമ്മത്തിൽ നമ്മളെ കയറ്റി തരട്ടെ. അള്ളാഹു ആ ഉമ്മത്തിൽ കയറ്റി തരട്ടെ. ആ ഉമ്മത്തിന്റെ അള്ളാഹു തന്നെ നമ്മളെ കയറ്റി തരട്ടെ. മതി, കയറ്റിയാൽ മതി. ആ ഉമ്മത്തിൽ കയറിയാൽ മതി. നീട്ടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തൽ മാത്രമാണ്, റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തലാണ് ഇന്നത്തെ ഈ മജ്ലിസിന്റെ മർമ്മം.